സരസ്വതീനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലക്ഷ്മി വരില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പം കാലൊക്കെ മാറി. പക്ഷെ നമ്മൾ പഴയ രീതിയിൽ തന്നെ. പക്ഷെ നമ്മള് എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോ നമുക്ക് എത്രത്തോളം റെസ്പെക്ട് വേണം എന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മുടെ ഒരു ലെഗസി വാല്യൂ എത്രത്തോളം വേണം എന്നുള്ളതനുസരിച്ചിരിക്കണം. ഇപ്പൊ ഒരു 80-ാം വയസ്സിലും നമുക്ക് റെസ്പെക്റ്റും ലെഗസി വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ നമ്മള് ആർട്ടില് കോൺസെൻട്രേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു ഫ്യൂച്ചർ ജനറേഷൻസില് ഇപ്പൊ ഞാൻ കിഷോർ കുമാർ പോയിട്ട് എത്ര വർഷങ്ങളായി, അദ്ദേഹം അന്തരിച്ചിട്ട് എത്ര വർഷങ്ങളായി, ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആൾക്കാർ കേൾക്കുന്നു. അല്ലെങ്കിൽ R.D. ബർമൻ ഈ ഭൂമി വിട്ടിട്ട് എത്ര കാലമായി, ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകൾ റീമിക്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പൊ നമ്മുടെ ഫെയിമും പൈസയൊന്നും നിൽക്കില്ല. പക്ഷെ ആർട്ട് വിൽ സ്റ്റേ അല്ലേ. നല്ല ആർട്ട്, നല്ല മ്യൂസിക് എന്ന് പറയുന്നത് 50 വർഷം കഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും അത് ത്യാഗരാജ സ്വാമികളുടെ കൃതികൾ ഇപ്പോഴും. തീർച്ചയായിട്ടും ത്യാഗരാജ സ്വാമികൾ പോയി, മിയ താൻസൻ മരിച്ചു, അവർക്കിപ്പോൾ ഇതൊന്നും അറിയില്ല, അവരുടെ പാട്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്നുള്ളത്.